നമ്മളിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള നല്ല റൊട്ടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പൊറോട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിവിസ്മയം റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഇതുപോലൊരു ബേസൺ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടഞ്ഞെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തുനിന്നും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഉടഞ്ഞെടുക്കുക. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇളം ചൂടുവെള്ളമാണ്. ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടും ആവരുത്, എന്നാൽ തീരെ അങ്ങോട്ട് തണുത്ത വെള്ളവും ആവരുത്. നമുക്ക് കൈ മുക്കുമ്പോൾ പൊള്ളാൻ പാടില്ല, ഒന്ന് ചൂടാവണം. കയ്യിലും ഇങ്ങനെ നമുക്ക് ചൂടറിയാൻ പറ്റണം. ആ രീതിക്കുള്ള വെള്ളം എടുക്കുക. ഇനി ഇത് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചപ്പാത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ മാവിട്ടത്. ഇതിലങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും പൊടി ഇട്ടിട്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയണത്. അപ്പോൾ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മാവ്. ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം മാവ് ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ മാവ് കുഴച്ചെടുക്കാൻ ഇതുപോലെ ഇത്തിരി വലിപ്പമുള്ള പാത്രമൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അല്പം ഓയിലും കൂടെ ഒന്ന് തടവിയിട്ട് 15 മിനിറ്റ് നേരം ഇത് കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വരുള്ളൂ. ഞാൻ ഇളം ചൂടുവെള്ളം എടുക്കണമെന്ന് പറഞ്ഞതും ബേക്കിംഗ് പൗഡർ നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് വരാനാണ്. ഒരുപാട് ചൂടാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ആക്റ്റീവ് ആവില്ല. ഒന്ന് തണുത്ത വെള്ളത്തിൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടില്ല. ഇനി ഇത് 15 മിനിറ്റ് നേരം നമുക്ക് അടച്ചു മാറ്റി വെക്കണം. ഒന്നുകിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രം വെച്ചിട്ട് അടച്ചു വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടവൽ വെച്ചിട്ട് നനഞ്ഞൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് അടച്ചു വെക്കുക. മാവ് ഒരിക്കലും ഡ്രൈ ആയി പോകരുത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല രീതിക്ക് തന്നെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഇത് ഒന്ന് കുഴച്ച് ഇതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ മാവിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ കയ്യിലേക്ക് ഇതുപോലെ വലിപ്പത്തിൽ ഇത്തിരി ഉരുട്ടി ഒരു ബോളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ രീതിക്ക് തന്നെ 4 എണ്ണം നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചിട്ട് മൂടി വെച്ചാലും മതി. അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. കുറച്ച് മാവ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒരുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റണോ അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇടയ്ക്ക് ഒട്ടുക എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല കനം കുറച്ച് നന്നായിട്ട് ഇത് പരത്തിയെടുക്കുക. അപ്പം ഞാൻ നല്ല വലിപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പരത്തിയെടുത്ത മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പം ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണേലും എടുക്കാം, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുക. ഇത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട്
ഇതിനെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. രണ്ടായിട്ട് നടുക്കുന്ന ഇതുപോലെ കട്ടാക്കി എടുക്കുക. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് 4 സൈഡും ഒരുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ 4 സൈഡും മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിക്ക് തന്നെ മടക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പൊ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ എല്ലാ ബോളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പൊ പാത്രത്തിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിന്റെ മുകളിലും കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. അപ്പൊ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ കയ്യിലെടുത്ത് ചെയ്യണമെന്നില്ല, ഇതുപോലെ നമുക്ക് പരത്തിയെടുത്ത ആ ഷീറ്റിൽ തന്നെ വെച്ചിട്ടോ അല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പൊ എല്ലാ സൈഡും ഇതേപോലെ തന്നെ മടക്കി അത്യാവശ്യം ഒരു ബോൾ പോലെ ആക്കുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇതുപോലെ. ഇനി ഇതിന്റെ മുകളിൽ ഓയിൽ തടവിയിട്ട് അടച്ചു വെക്കുക. അപ്പൊ ബാക്കിയുള്ള എല്ലാ ബോളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ വലിയ ഒരു ബോളിൽ നിന്ന് നമുക്ക് 2 റൊട്ടിയാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ മുകളിലും ഇതുപോലെ ഇത്തിരി ഓയിൽ തടവിയിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാനായിട്ട്. അപ്പൊ ഇനി അടുത്തതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അത്യാവശ്യം പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ പരത്തിയ പോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. കൈ വെച്ചിട്ട് മൊത്തത്തിൽ ഉരുട്ടരുത്, ഞാൻ കാണിച്ചു തന്ന ആ ഒരു രീതിക്ക് തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പൊ അങ്ങനെ ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എപ്പോഴും ഈ ഉരുട്ടിയെടുത്ത മാവ് അടച്ചു തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകും. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൊടി ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത്യാവശ്യം കനം കുറച്ച് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പൊ തന്നെ നല്ല ലെയറായിട്ട് തന്നെയാണ് വരണത്. നല്ല സോഫ്റ്റ് ആണ്. പൊറോട്ട ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയുടെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്. പൊറോട്ട പോലെ തന്നെ അതിനേക്കാളും സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് തവയിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കണം. ഇത് എന്തായാലും കുറച്ച് ഓയിൽ കൂടി വേണം ഇതിനകത്ത്, എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞിയായിട്ടുള്ള റൊട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തവ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. തവ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള റൊട്ടി ഇതിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട്. ഒരു ഭാഗം ഒന്ന് ആയി ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. 2-3 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ പ്രസ്സാക്കി ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പുറം നല്ല മൊരിഞ്ഞ് ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് കാസറോളിലേക്ക് ചൂടാറാതെ എല്ലാം ചുട്ടെടുക്കാം. ചുട്ടെടുത്തതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എല്ലാം ഓരോ പ്രാവശ്യമായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ചുടുന്നതിന് മുമ്പായിട്ട് തവയിൽ നന്നായിട്ട് ഓയിൽ തേക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഇതിന് വേണം, എന്നാലാണ് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡ് ആകുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ഓയിൽ ഇതിന്റെ മുകളിൽ ആക്കി കൊടുക്കുക. അപ്പൊ ബാക്കി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പൊ ഞാനിവിടെ എല്ലാ റൊട്ടിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ചൂടാറാതെ ചുട്ട ഉടനെ തന്നെ ഇതുപോലെ നല്ല ചൂടാറാതെ കാസറോളിൽ അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ നല്ല സോഫ്റ്റ് ആവും, കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇത് അടിച്ചും കൂടെ എടുക്കുമ്പോൾ നല്ല തുവാല പോലെ ഇതുപോലെ നല്ല പഞ്ഞി പോലത്തെ റൊട്ടി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഡിന്നറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.